അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുവ പ്രഖ്യാപനത്തിൽ ലോകം ആശങ്കയിൽ. മണിക്കൂറുകൾക്കകം ഇത് സംബന്ധിച്ച പ്രഖ്യാപനമുണ്ടാകും. വിമോചന ദിനം എന്നാണ് ഇതിനെ ഡൊണാൾഡ് ട്രംപ് വിശേഷിപ്പിക്കുന്നത്. മധു കൊട്ടാരക്കർ അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. മധു, എപ്പോൾ പ്രഖ്യാപനമുണ്ടാകും? മധു, ഗുഡ് മോർണിംഗ് ഉന്മേഷ്. നാളെ വൈകുന്നേരം 4 മണിക്ക്, അതായത് ബുധനാഴ്ച വൈകുന്നേരം 4 മണിക്ക് വൈറ്റ് ഹൗസിലായിരിക്കും ഈ പ്രഖ്യാപനം ഉണ്ടാകുന്നത്. ഡൊണാൾഡ് ട്രംപ് പറഞ്ഞ ആ ദിവസം എത്തിയിരിക്കുകയാണ്. ഏപ്രിൽ 2 അമേരിക്ക ആഗോള തീരുവ ചുമത്തലുമായി മുന്നോട്ടെന്ന പ്രഖ്യാപനത്തിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉറച്ചു നിൽക്കുമെന്നുള്ള വാർത്തകളാണ് വാഷിംഗ്ടണിൽ നിന്ന് ലഭിക്കുന്നത്. ലോകം ഒരുപക്ഷെ ഒരു തീരുവ യുദ്ധത്തിലേക്കാണോ എന്ന ആശങ്ക പരക്കെ ഉയരുന്നുണ്ട്. ലോകത്തെ ഞെട്ടിക്കുന്ന പ്രഖ്യാപനമാകുമോ ട്രംപിൽ നിന്ന് ഉണ്ടാകുക എന്ന് അറിയാൻ വേണ്ടിയാണ് അമേരിക്ക പോലെ മറ്റ് ലോകരാജ്യങ്ങളും ഏപ്രിൽ 2 ഉന്മേഷ് സൂചിപ്പിച്ചതുപോലെ വിമോചന ദിനമായിരിക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ് ആഴ്ചകൾക്ക് മുമ്പ് തന്നെ പറഞ്ഞിരുന്നു. ആഗോള വിപണിയൊക്കെ പിടിച്ചുകുലുക്കുന്ന തീരുമാനങ്ങൾ വൈറ്റ് ഹൗസിലെ റോസ് ഗാർഡനിൽ പ്രാദേശിക സമയം 4 മണിക്കായിരിക്കും ഉണ്ടാകുക. ചിലപ്പോൾ ഇത് നേരത്തെ ആകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. പകരത്തിന് പകരമെന്ന നയമനുസരിച്ച് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് തീരുവ ഏർപ്പെടുത്തുന്ന എല്ലാ രാജ്യങ്ങൾക്കും പുതിയ തീരുവ ഉടൻ പ്രാബല്യത്തിൽ വരുമെന്ന് അല്പമണിക്കൂറുകൾക്ക് മുമ്പ് വൈറ്റ് ഹൗസിൽ മാധ്യമങ്ങളോട് സംസാരിക്കവേ വൈറ്റ് ഹൗസ് വക്താവ് കാരലിൻ ലെവിറ്റ് പറഞ്ഞിരുന്നു. അതുപോലെ വാഹനങ്ങൾക്ക് ഏതാണ്ട് 25% തീരുവ അത് വ്യാഴാഴ്ചയായിരിക്കും നടപ്പിലാക്കുക. നേരത്തെ ചൈനയിൽ നിന്നുള്ള അലൂമിനിയം, സ്റ്റീൽ എന്നിവയ്ക്ക് ട്രംപ് അധിക തീരുവ ഏർപ്പെടുത്തിയിരുന്നു. അവരുടെ മറ്റു ഉൽപ്പന്നങ്ങൾക്ക് ഒരുപക്ഷെ തീരുവ ഉൾപ്പെടുത്തുവാൻ സാധ്യതയുണ്ട്. ഇന്ത്യ ഉൾപ്പെടെ എല്ലാ രാജ്യങ്ങൾക്ക് മേലും പരസ്പര തീരുവ ചുമത്തുമെന്നും ഇളവ് നൽകില്ലെന്നുമുള്ള ഉറച്ച നിലപാടിലാണ് ട്രംപ്. അമേരിക്കൻ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യ 100% തീരുവ ചുമത്തിയതിനെ വൈറ്റ് ഹൗസ് ഈ അടുത്ത കാലത്ത് ചൂണ്ടിക്കാട്ടിയിരുന്നു. അത്തരം ഉയർന്ന തീരുവകൾ US കയറ്റുമതി ഉൽപ്പന്നങ്ങൾക്ക് ആഗോള വിപണിയിലൊക്കെ മത്സരിക്കുന്നതിന് സാധിക്കാതെ വരികയാണെന്നാണ് വൈറ്റ് ഹൗസ് പറയുന്നത്. ഉന്മേഷ്, ശരി. മധു കൊട്ടാരക്കരയാണ് അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.